ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് എക്സാം നടത്തുമെന്ന് പറഞ്ഞിരുന്നല്ലോ. എല്ലാവരും നല്ലോണം പഠിച്ചിട്ടൊക്കെ അല്ലേ വന്നിട്ടുള്ളത്? ഇപ്പോൾ തന്നെ ഒരു കാര്യം പറയാം. ആരും എൻ്റെ ക്ലാസ്സിൽ കോപ്പി അടിക്കാൻ വേണ്ടി വിചാരിക്കേണ്ട. ഐ എം സ്ട്രിക്റ്റ്, വെരി വെരി സ്ട്രിക്റ്റ്. ആരെങ്കിലും കോപ്പി അടിച്ചാൽ ഞാനത് കണ്ടാൽ എന്തായാലും സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോയി നാളെ പാരൻസിനെ വിളിച്ചിട്ട് പിന്നെ ക്ലാസ്സിൽ കയറാൻ പറ്റുള്ളൂ. ഒരു പ്രാവശ്യം കൂടിയും പിന്നെ എക്സാം എഴുതേണ്ടി വരും. അതുകൊണ്ട് ഇപ്പം തന്നെ വാങ്ങി തരികയാണ്. ആരും കോപ്പി അടിക്കാൻ നിൽക്കണ്ട. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ എക്സാം എഴുതാൻ. ഇപ്പോൾ തന്നെ പറയാണ്, ആരും കോപ്പി അടിക്കാൻ നിൽക്കണ്ട. ചിജു, സ്റ്റാൻഡ് അപ്പ് ആൻഡ് ഗെറ്റ് ഔട്ട്. ഇപ്പോൾ അത് വാങ്ങി തന്നതല്ലേ ഉള്ളൂ, അപ്പോഴേക്ക് കോപ്പി അടിക്കാൻ തുടങ്ങിയോ? അത് അടുത്ത ആള്. മീനാക്ഷി, സ്റ്റാൻഡ് അപ്പ്. സ്റ്റാഫ് റൂമിലേക്ക് പോയിക്കോട്ടോ, ഞാൻ ഇപ്പം വരാം. ശരിയാക്കി തരാം നിങ്ങൾക്ക് മുമ്പേ. പറഞ്ഞാലും മനസ്സിലാവില്ല. അത് അടുത്ത ആള്. ലോലൻ, സ്റ്റാൻഡ് അപ്പ്, ഗെറ്റ് ഔട്ട് സൈഡ്. പറഞ്ഞാൽ മനസ്സിലാവാത്ത കുട്ടികൾ, എന്ത് മോശം ക്ലാസ്സാണ്. ഇനി എക്സാമിൻ്റെ പേപ്പർ നോക്കിയിട്ട് എന്താവുന്നാവോ? എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അതോ വെറുതെ ഷോക്ക് വന്ന് നിൽക്കുകയാണോ? നിങ്ങൾ ക്ലാസ്സിന് അല്ലെങ്കിൽ തന്നെ ഒരു പേരുണ്ട് സ്റ്റാഫ് റൂമിൽ, നല്ല അടിപൊളി ക്ലാസ് ആണെന്ന്. അതെനിക്ക് കാണാൻ പറ്റിയല്ലോ, സന്തോഷം. ഇനി പേപ്പർ തരാവോ? അത് തന്നെ തിരിച്ചിട്ടുണ്ടല്ലോ. അത് മാഗ്നറ്റ് അല്ലേ? രണ്ടാമത്തേത് ശരിയാണ്, മൂന്നാമത്തേതും തെറ്റാണ്. ആകെ ഒന്ന് ശരിയാക്കിയിട്ടോളല്ലോ. നാളെ വരുമ്പോൾ 100 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതിയിട്ട് വന്നാൽ മതി കേട്ടോ. ഗോപുവിൻ്റെ കാണിച്ചേ. അത് തന്നെ തെറ്റാണ്. രണ്ടാമത്തേത് ശരിയാണ്, മൂന്നാമത്തേതും തെറ്റാണ്. നീയും 2 തെറ്റിച്ചിട്ടുണ്ട്, ഡി ആണ് കേട്ടോ. നീയും നാളെ വരുമ്പോൾ ഓരോന്നും 100 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതിയിട്ട് വന്നാൽ മതി. ഈ ചിഞ്ചുവിൻ്റെ കാണിച്ചേ. ആദ്യത്തേത് തെറ്റിച്ചിട്ടുണ്ട്, രണ്ടാമത്തേത് ശരിയാക്കിയിട്ടുണ്ട്, മൂന്നാമത്തേതും തെറ്റാണ്. എല്ലാവരും രണ്ടാമത്തേത് മാത്രം ശരി, 2 തെറ്റിച്ചിട്ടുണ്ട്. എന്തത്? നിങ്ങൾ പ്ലാൻ ചെയ്ത് എന്നെ മനഃപൂർവ്വം ചൂടാക്കാൻ വേണ്ടി ചെയ്യാണോ? എന്തായാലും ശരി.